ഭയമില്ലാത്ത പരീക്ഷാകാലം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു. പരീക്ഷാ സമ്മർദ്ദം പരീക്ഷാ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കത്തിൻ്റെയും ഉത്കണ്ഠയുടെയും വികാരമാണ്. വരാനിരിക്കുന്ന പരീക്ഷകളെക്കുറിച്ച് സമ്മർദ്ദം അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. ഒരു ചെറിയ അളവിലുള്ള സമ്മർദ്ദം നിങ്ങളെ വെല്ലുവിളിക്കുകയും കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം, പഠന ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള കഴിവിനെ അത് തടസ്സപ്പെടുത്തുമ്പോഴാണ് പരീക്ഷാ സമ്മർദ്ദം പ്രശ്നമാകുന്നത്. വിദ്യാർത്ഥി പരീക്ഷാ സമ്മർദ്ദത്തിലാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? പരീക്ഷകൾക്ക് മുമ്പോ സമയത്തോ അല്ലെങ്കിൽ ശേഷമോ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഉത്കണ്ഠയും ഭയവുമാണ് പരീക്ഷാ സമ്മർദ്ദം. അനാരോഗ്യപരമായ സമ്മർദ്ദം അനുഭവിക്കുന്നവരിൽ അമിതമായ ഉത്കണ്ഠ, വിറയൽ, വിയർക്കൽ, വയറുവേദന, ഭക്ഷണത്തോടുള്ള താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ സാധാരണയിൽ കൂടുതൽ ഭക്ഷണം കഴിക്കൽ, മുൻപ് ആസ്വദിച്ച് പ്രവർത്തനങ്ങൾ ആസ്വദിക്കാതിരിക്കുക, ഭാവിയെക്കുറിച്ചുള്ള നിരാശ, വിഷാദം തുടങ്ങിയ കാര്യങ്ങൾ സാധാരണ കണ്ടുവരാറുണ്ട്. പരീക്ഷാ സമ്മർദ്ദത്തിൻ്റെ കാരണങ്ങൾ. ഭാരതത്തിലെ മനഃശാസ്ത്രജ്ഞരുടെ നിരീക്ഷണത്തിൽ പരീക്ഷാ സമ്മർദ്ദം സാമൂഹിക, കുടുംബ, വ്യക്തിഗത, മാനസിക ഘടകങ്ങളുടെ മിശ്രിതത്തിൽ സംജാതമാകുന്ന ഒരു പ്രതിഭാസമാണ്. യാഥാർത്ഥ്യബോധമില്ലാത്ത ഉയർന്ന പ്രതീക്ഷകൾ ഉള്ള രക്ഷാകർത്താക്കളും സമൂഹവും മാർക്കും ഗ്രേഡുമാണ് കുട്ടിയുടെ ഭാവി വിജയത്തിൻ്റെ ഏക സൂചകമായി കാണുന്നത്. ഇത് കുട്ടിയിൽ അനാവശ്യ സമ്മർദ്ദം ഉണ്ടാക്കും. ഉയർന്ന തരത്തിലുള്ള കോളേജുകളിൽ പരിമിതമായ സീറ്റുകൾക്കായുള്ള തീവ്രമായ മത്സരം ചെറുപ്പം മുതലേ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. മാതാപിതാക്കളും അധ്യാപകരും സമപ്രായക്കാരുമായോ ബന്ധുക്കളുമായോ സഹോദരങ്ങളുമായോ നിരന്തരം താരതമ്യം ചെയ്യുന്നത് അപകർഷതാബോധത്തിനും സർവോപരി കുടുംബാംഗങ്ങളെ നിരാശരാക്കുമെന്ന ഭയത്തിന് കാരണമാകുന്നു. ചിലരിൽ പരാജയത്തെക്കുറിച്ചുള്ള പേടി ആഴത്തിൽ വേരൂന്നിയിരിക്കും. വിദ്യാർത്ഥികൾ പലപ്പോഴും അവരുടെ ആത്മാഭിമാനത്തെ പഠന പ്രകടനവുമായി തുലനം ചെയ്യുന്നു. മോശം മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് തങ്ങൾ ഈ കാര്യത്തിൽ യോജിച്ചവരല്ല എന്ന ഭയത്തിൽ എത്തിച്ചേരുന്നു. അതുപോലെ നിലനിൽക്കുന്ന യുക്തിരഹിതവും നെഗറ്റീവുമായ ചിന്തകൾ, അതായത് ഞാൻ പരാജയപ്പെട്ടാൽ എൻ്റെ ജീവിതം നശിച്ചു, ഞാൻ എങ്ങനെ മറ്റുള്ളവരെ നോക്കും, അവർ എന്നെപ്പറ്റി എന്ത് കരുതും തുടങ്ങിയ ചിന്തകൾ ഉത്കണ്ഠ വർദ്ധിപ്പിക്കും. മുൻപറഞ്ഞവ കൂടാതെ വിദ്യാർത്ഥികളെ സമ്മർദ്ദത്തിലാക്കുന്ന മോശം സമയ ക്രമീകരണം, ബുദ്ധിമുട്ടുള്ള പാഠ്യഭാഗങ്ങൾ പഠിക്കാതെ വിടുക, 100% മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള കർശനമായ ആവശ്യം, മനഃപാഠമാക്കൽ മാത്രമായുള്ള പഠന രീതികൾ, ഭാരിച്ച സിലബസുകൾ, സൗഹൃദപരമല്ലാത്ത പരീക്ഷാ സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികളെ അനാരോഗ്യകരമായ പരീക്ഷാ സമ്മർദ്ദത്തിൽ കൊണ്ടെത്തിച്ചേക്കാം. പരീക്ഷാ സമ്മർദ്ദം അല്ലെങ്കിൽ പേടി കുറയ്ക്കാൻ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഉത്കണ്ഠ, പേടി എന്നീ വികാരങ്ങളുടെ അടിസ്ഥാനം യുക്തിരഹിത ചിന്തകൾ അഥവാ നെഗറ്റീവ് ചിന്തകളുടെ നിയന്ത്രണമില്ലാത്ത പ്രവാഹമാണ്. അനാരോഗ്യ പരീക്ഷാ സമ്മർദ്ദത്തിലാകുന്ന വിദ്യാർത്ഥികളിൽ നെഗറ്റീവ് ചിന്തകളുടെ ഒഴുക്ക് കാണും. ഞാൻ പരാജയപ്പെടും, എൻ്റെ ജീവിതം തീർന്നു, ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും ഓർക്കില്ല. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വിദ്യാർത്ഥിയെ കൂടുതൽ ഉത്കണ്ഠകുലനാക്കും. ഈ ചിന്തകൾക്ക് പകരം യുക്തിഭദ്രതയുള്ള പോസിറ്റീവ് ചിന്തകളായ ഞാൻ എൻ്റെ പരമാവധി പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ എഴുതും, മുൻകാല പരീക്ഷകളിൽ ഞാൻ നല്ലവണ്ണം എഴുതിയിട്ടുണ്ട് എന്ന് മാറ്റി നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക. അതുപോലെ ശാരീരിക മാനസിക പിരിമുറുക്കത്തെ അതിജീവിക്കാൻ സഹായിക്കുന്ന ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ, പേശി വിശ്രമ പരിശീലനങ്ങൾ, ഭാവി ഭൂതകാല നെഗറ്റീവ് ചിന്തകളിൽ മുഴുകി ഉത്കണ്ഠയും വിഷാദവും വരുത്താതെ വർത്തമാനത്തിൽ പ്രവർത്തിച്ചു നേട്ടമുണ്ടാക്കുന്നതിന് ഉതകുന്ന പരിശീലനത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങളുടെ സമ്മർദ്ദം ലഘൂകരിക്കാൻ സാധിക്കും. പരീക്ഷാ പരിചയവും ആത്മവിശ്വാസവും വളർത്തുന്നതിന് പരീക്ഷ പോലുള്ള സാഹചര്യങ്ങളിൽ സമയബന്ധിതമായ മോക്ക് ടെസ്റ്റുകൾ നടത്തി ഭയം കുറയ്ക്കുക. പഠിക്കുന്നതിനിടയിൽ ക്ഷീണമകറ്റാൻ ഇടവേളകൾ അനുവദിക്കുക. സജീവ പഠന രീതികൾ അവലംബിക്കുക. ഉദാഹരണമായി ചെറിയ കുറിപ്പുകൾ, ഫ്ലാഷ് കാർഡുകൾ, മൈൻഡ് മാപ്പ് വരയ്ക്കൽ, പഠന വിരസത മാറ്റാൻ മറ്റുള്ളവരെ പഠിപ്പിക്കൽ രീതികൾ ഗുണപ്രദമാണ്. സ്വന്തം ആരോഗ്യം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തുക. കഴിച്ചു ശീലിച്ച സമീകൃത ആഹാരം തന്നെ നിലനിർത്തുക. ശരീരത്തിൽ ജലാംശം കുറയാതെ ശ്രദ്ധിക്കുക. മതിയായ ഉറക്കം നേടുക. ശാരീരിക വ്യായാമത്തിനുള്ള സമയം കണ്ടെത്തുക തുടങ്ങിയ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ആണ്. പഠന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന ഭാഗങ്ങളായി വിഭജിക്കുക.
അതിൽ അടിയന്തിരമായി ചെയ്തു തീർക്കേണ്ട മുൻഗണന നൽകുക, പരീക്ഷാ സമയത്തുള്ള ഉത്കണ്ഠ ലഘൂകരിക്കാൻ ആഴത്തിലുള്ള ശ്വസനം, പോസിറ്റീവ് ചിന്തകൾ, അവിടെ അപ്പോൾ നിലനിൽക്കുന്ന ഉദ്ദീപനങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന രീതി സഹായകരമാകും. ആശങ്കകൾ ഒതുക്കിവയ്ക്കാതെ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ അധ്യാപകരുമായോ സംസാരിക്കുക. അറിവ് പകരുന്നതിനും ഒറ്റപ്പെടലിൻ്റെ വികാരം കുറയ്ക്കാനും സഹപാഠികളുമായി ചേർന്ന് പഠിക്കുക. പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കാൻ മാതാപിതാക്കളുടെ പങ്ക്. വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കാൻ മാതാപിതാക്കളുടെ പങ്ക് വളരെയേറെയാണ്. തങ്ങളുടെ കുട്ടികളുടെ കഴിവും കുറവും നല്ലവണ്ണം അറിയാവുന്നവർ ആണ് മാതാപിതാക്കൾ. കുട്ടികളുടെ ആത്മവിശ്വാസം കൂട്ടാനും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും മാതാപിതാക്കളുടെ കരുതൽ, പ്രചോദനപരമായ വാക്കുകൾ, അവരോടൊപ്പം തങ്ങൾ ഉണ്ടെന്ന ഉറപ്പ് ഏറെ സഹായിക്കും. നിങ്ങളുടെ കുട്ടി നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പരീക്ഷാ കാലഘട്ടത്തിൽ കുട്ടിയുടെ ആരോഗ്യത്തിന് സമീകൃത ആഹാരം അത്യന്താപേക്ഷിതമാണ്. സാധ്യമെങ്കിൽ ഭക്ഷണം വാങ്ങുന്നതിൽ നിങ്ങളുടെ കുട്ടിയെ ഉൾപ്പെടുത്തുകയും ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നല്ല ഉറക്കം നല്ല ചിന്തയെയും താൽപ്പര്യങ്ങളെയും മെച്ചപ്പെടുത്തും. പരീക്ഷയ്ക്ക് തലേദിവസം രാത്രി മുഴുവൻ പഠിക്കുന്നത് സാധാരണയായി നല്ല ആശയമല്ല. അവസാന നിമിഷത്തെ പഠനത്തേക്കാൾ ഉറക്കം കുട്ടിക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. പഠിക്കുന്നതിനിടയിൽ ഇടവേളകൾ ഉറപ്പാക്കുക. പരീക്ഷകൾക്കിടയിൽ വഴക്കുണ്ടാകാതിരിക്കുക. നിങ്ങളുടെ കുട്ടി ദിവസം മുഴുവൻ പഠിക്കുകയാണെങ്കിൽ വീട്ടിലെ ജോലികളെക്കുറിച്ചോ അലങ്കോലമായ ബെഡ്റൂമിനെ കുറിച്ചോ വിഷമിക്കേണ്ട. പകരം ശാന്തത നിലനിർത്തുന്നത് സഹായിക്കും. പരീക്ഷകൾ എന്നേക്കുമുള്ളതല്ലെന്നും ഓർമ്മിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ സുഖപ്രദമായ ഒരു സ്ഥലമുണ്ടെന്ന് ഉറപ്പാക്കുക. അവരുടെ പഠന പുനരവലോകനത്തെ എങ്ങനെ പിന്തുണയ്ക്കാമെന്ന് അവരോട് ചോദിക്കുക. ഒരു പഠന പുനരവലോകന ഷെഡ്യൂൾ തയ്യാറാക്കുകയോ പരിശീലനത്തിനായി പഴയ ചോദ്യപേപ്പർ ലഭ്യമാക്കുകയോ പോലുള്ള പ്രായോഗിക ആശയങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുക. പരീക്ഷാ സംബന്ധിയായ പിരിമുറുക്കങ്ങളെപ്പറ്റി സംസാരിക്കുക. ഉത്കണ്ഠ തോന്നുന്നത് സാധാരണമാണെന്ന് കുട്ടികളെ ഓർമ്മിപ്പിക്കുക. ഉത്കണ്ഠ സഹായിക്കുന്നതിന് പകരം ശല്യമാകുന്നുണ്ടെങ്കിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. ഉദാഹരണത്തിന് പരീക്ഷാ സാഹചര്യങ്ങൾ പ്രാക്ടീസ് പേപ്പറുകൾ ചെയ്യുന്നതോ പരീക്ഷാ ഹാൾ മുൻകൂട്ടി മനസ്സിൽ കാണുന്നതോ ഉൾപ്പെടുത്താം. ഒഴിവാക്കുന്നതിന് പകരം അഭിമുഖീകരിക്കാനും ഈ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ കുട്ടിയെ സഹായിക്കുക. അവർ പഠിച്ചെടുത്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അവർ ഇതിനകം ചെലവഴിച്ച സമയത്തെക്കുറിച്ചും ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നതെന്ന് കുട്ടികൾ പറയുന്നതായി മനഃശാസ്ത്രജ്ഞർ പറയുന്നു. അതിനാൽ നിങ്ങളുടെ കുട്ടിയെ ശ്രദ്ധിക്കുക. അവർക്ക് പിന്തുണ നൽകുക. വിമർശനം ഒഴിവാക്കുക. അവർ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഉറപ്പ് നൽകുക. പോസിറ്റീവായി ഇരിക്കുകയും ചെയ്യുക. പരാജയപ്പെടുന്നത് ലോകത്തിൻ്റെ അവസാനമല്ലെന്ന് അവരെ അറിയിക്കുക. ഓരോ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങളുടെ കുട്ടിയെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അവർക്ക് ബുദ്ധിമുട്ടായ ചോദ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നന്നായി പോയ ഭാഗങ്ങൾ ചർച്ച ചെയ്യുക. തുടർന്ന് മുന്നോട്ട് പോയി അടുത്ത പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്കായി മനഃശാസ്ത്രജ്ഞൻ്റെ സഹായം സ്വീകരിക്കാൻ മടിക്കരുത്. പരീക്ഷാ സമ്മർദ്ദം സാധാരണമാണ്, പക്ഷേ കൈകാര്യം ചെയ്യാവുന്നതാണ്. ആരോഗ്യകരമായ ശീലങ്ങളും ടൈം മാനേജ്മെൻറ്റിൽ ഊന്നിയ കഴിവ് വികസനത്തിലൂടെ പരീക്ഷാ സമ്മർദ്ദങ്ങളെ നേരിടാം. വിദ്യാർത്ഥികളെ പരീക്ഷാ സമ്മർദ്ദം കൈകാര്യം ചെയ്യാനും അവരുടെ ഏറ്റവും മികച്ചത് നേടാനും സഹായിക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഭയമില്ലാത്ത പരീക്ഷാകാലം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രകാശധാര